ഫോണിൽ ലയിച്ചിനല്ലേ, ആരും കേറി വന്നിട്ട് തന്നെ അറിയല്ലോ അല്ലേ? ഇനി ഇങ്ങോട്ടല്ലോ ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാ. വെറുതെ എന്തും കാര്യമില്ലാണ്ട് ടെൻഷൻ അടിക്കണം. വിളിച്ചാ പോരാനാ ആരാടാ വന്നേ? പോന്നില്ലേ രതീഷ് ആരോടാ സംസാരിക്കുന്നത്? ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിട്ടല്ലേ. ഞാൻ വെറുതെ അല്ല വന്നേ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ചിട്ടി കിട്ടീനി, ഇന്നലെ അതിന്റെ പൈസ കിട്ടിയ. അപ്പൊ ഞാൻ വിചാരിച്ചു അതങ്ങ് ബാങ്കിൽ അടിച്ചിട്ട് ഈ ആധാരം എങ്ങ് എടുക്കാന്ന്. എനിക്ക് മാസത്തില് പലിശ അടക്കുവാനും പിള്ളേരെ പഠിപ്പും ചെലവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാകുന്നില്ല. പക്ഷെ ആധാരം എടുക്കണേ കുറച്ചുകൂടി പൈസ വേണം. അപ്പൊ നിങ്ങൾ തരുവാണെങ്കിൽ എനിക്കിങ്ങനെ പലിശ അടക്കണ്ടല്ലോ. നിങ്ങൾക്കാകുമ്പോ അത് പലിശ ഒന്നും തരണ്ടല്ലോ. പൈസ ആയിട്ട് എൻ്റെ അടുത്തൊന്നുമില്ല. നമുക്ക് തൽക്കാലം ജിത്തിനോട് കുറച്ചെന്തെങ്കിലും സ്വർണ്ണാറ്റം വാങ്ങിയിട്ട് പണയം വെച്ചിട്ട് എടുക്കാം. പിന്നെ അത് ബാധ്യത കൊയ്യുവല്ലേ. അത് വേട്ടാ, ഞാൻ ഇപ്പൊ തരാം. എന്റെ സ്വർണ്ണം എന്ന് വെച്ചാൽ അവക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ, അപ്പൊ ഞാൻ തരാം. അഞ്ഞൂടിക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഈ വെള്ളം വേണ്ട ഇല്ലടാ, ഞാൻ എത്ര നേരം എന്നെ വിളിക്കുന്നു. നീ എന്താ ഇനിയൊക്കെ എത്ര നേരം എന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ? എന്തിനാ വിളിക്കുന്നതല്ല എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ വിളിയേക്കാത്ത. എന്തിനാ വിളിയേക്കുന്നത്? എന്റെ സ്വർണത്തിന് വേണ്ടിട്ടല്ലേ. ഞങ്ങള് വന്നതിന് വേണ്ടിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വരണ്ടെന്നേ. എനിക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പെങ്ങളൊന്നും അല്ലല്ലോ, നിങ്ങളുടെ പെങ്ങളല്ലേ വന്നേ. അതും എന്റെ സ്വർണ്ണം എടുത്തോണ്ട് പോവാ, പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ? അത് ശരി, അങ്ങനെ ഇന്ത്യ എന്റെ എന്നുള്ള രണ്ട് തരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഓളെ ബാങ്കിൽ നിന്ന് ആധാരം എടുക്കാൻ വേണ്ടി കുറച്ച് പൈസന്റെ കുറവ്, അതിന് വേണ്ടി കുറച്ച് സ്വർണം വാങ്ങാൻ നമ്മളെടുത്ത് വന്നേ. അതിന് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ സ്വർണ്ണം എന്തിനാ വാങ്ങുന്നേ? പിന്നെ ഓക്കൊരു സഹായത്തിന് ഞാൻ ആങ്ങളായിട്ട് ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരാ സഹായിക്കും? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുത്തു കൊടുക്കുക. അല്ലാണ്ട് എന്റെ അമ്മ വീട്ടിൽ നിന്ന് കഷ്ടപ്പെടുത്തി തന്നത് നിങ്ങളുടെ പെങ്ങൾക്ക് കൊണ്ടുപോയി വിറ്റിട്ട് അവളുടെ ആധാരം എടുത്ത് വീട്ടിൽ വെക്കാനുള്ളതല്ല. എന്നെ പൊന്നു ജിത്തു, നീ ഞാൻ ദേഷ്യം പിടിപ്പിക്കല്ല. ഞാൻ കൈ കൊണ്ടൊന്ന് കിട്ടിയാണ്ടല്ല, ഞാൻ പറഞ്ഞതാ. ഞാൻ എന്തായാലും സ്വർണം തരാൻ. അവള് കേട്ടോട്ടെ, അതിനിപ്പോ എനിക്കെന്താ? അവള് കേട്ടാലും ഇപ്പൊ എനിക്കെന്താ? സ്വർണം തരൂല. ഞാൻ തരൂല. സ്വർണം ചോദിക്കാൻ വന്നിരുന്നു ഒരാങ്ങള. നോക്ക് മിണ്ടാണെന്ന് നാവ് കൂട്ടിക്കണം. ഇല്ല ഏട്ടാ, ഞാൻ പോന്നാ. ഇനി എങ്ങോട്ടോടാ പോന്ന? ഇറങ്ങിട്ട് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടാണ് ഞാൻ പറഞ്ഞ, ഇങ്ങോട്ട് വരുവേ. ഇങ്ങോട്ട് വാ. വേണ്ട ഏട്ടാ, ഞാൻ പോന്നാ. ഞാനിപ്പോ സ്വർണം ചോദിച്ചിട്ട് അത് നിങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവണ്ട. ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളൂ. വേറെ ആരോട് വാങ്ങാം? എനിക്കൊരു ആങ്ങളായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന നേരത്തെ പിന്നെ വേറെ ആൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടാ? അച്ഛനും അമ്മയില്ലാത്ത കാലത്ത് ഞാനില്ലാണ്ട് പിന്നെ വേറെ ആരും നോക്കേണ്ട ആവശ്യമോ? ഓളെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? അല്ലേ ഓളെ അച്ഛനമ്മ വാങ്ങിക്കൊടുത്തു സ്വർണ്ണം മാത്രമല്ല നമ്മുടെ ഉള്ളത്, ഞാൻ വാങ്ങിക്കൊടുത്തില്ലേ? നീ കാര്യം രാത്രിക്ക് ഞാൻ പോയി എടുത്തിട്ട് വരുന്നു. എങ്ങോട്ടാ പ്രതീക്ഷ പോകുന്നേ? ഞാൻ മേല എന്തിന് ആദ്യത്തേക്ക് സ്വർണ്ണം എടുത്ത് കൊടുക്കേ? നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇവക്ക് സ്വർണ്ണം എടുക്കാൻ കൊടുക്കരുതെന്നാണ് വന്നേക്കുന്ന, സ്വർണം മേടിക്കാൻ വേണ്ടിട്ട്. എന്നോട് ഞാൻ മന്നെ മിണ്ടാണ്ട് കുത്തുന്നു. നിനക്കറിയാം എന്ത് കാര്യം ചെയ്യണമെന്ന്. നിങ്ങളോട് സ്വർണം കൊടുക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്റെ വാക്ക് കേട്ടൂടാ? വാക്ക് കേട്ടൂടെ? എനിക്ക് ഇന്റെ അച്ഛനും അമ്മ വാങ്ങി തന്ന മാത്രമല്ല, ഞാൻ വാങ്ങി തന്ന സ്വർണ്ണം ഇവിടെ ഇല്ലേ, അതെടുത്ത് ഞാൻ കൊടുത്തോളൂ. നിങ്ങൾ എനിക്കല്ലേ വാങ്ങിച്ചെന്നേ? അത് വേറെ ആർക്കും വാങ്ങിച്ചിട്ടല്ലോ. ഇന്റെ വാക്ക് എടുത്ത് വേണം എന്റെ പങ്കക്ക് ഞാൻ സ്വർണ്ണം കൊടുക്കണം തീരുമാനിക്കേ. എന്നോടാ പറഞ്ഞ പോയാ കൊടുക്കണ്ട. നിങ്ങളോട് പറഞ്ഞില്ലേ അടുക്കള പോയി എന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ. പോടി, വെറുതെ വർത്താൻ പറഞ്ഞ. ഞാൻ പോവൂല. ഇവക്ക് നിനക്ക് സമാധാനായില്ലേടി? അവള് സ്വർണം ചോദിച്ചു വന്നേക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇറങ്ങി നാട്ടെ സ്വർണം കൊണ്ട് ഇട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് പോണം. അല്ലാണ്ട് ആങ്ങളെ പെങ്ങളുടെ ബന്ധം പറഞ്ഞ് ഏത് നേരം ഇങ്ങോട്ട് കയറി വരുവല്ല വേണ്ടേ. ബാക്കിയുള്ളവന്റെ സ്വസ്ഥത കളയാൻ വേണ്ടിട്ട്. നാശം. ഇനി ഇവിടുന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മേലെ കേട്ടിനെ. പിന്നെ എടാ, ഞാൻ വിചാരിച്ചു ഇത് പണയം വെച്ചിട്ട് ഇനി എടുത്തോന്നാ. പക്ഷെ ഇനി ഇത് പണയം വെക്കണ്ട, ഇനി സ്വന്തമായിട്ട് എടുത്തോ. ഇത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന എത്ര വെച്ചാൽ അതിലെടുത്തിട്ട് ബാങ്കിൽ കൊണ്ട് അടച്ചിട്ട് ആധാരം വാങ്ങിക്കോ. അല്ല പ്രജീഷേട്ടാ, ഇവക്ക് നിങ്ങൾ ഇത് സ്വന്തമായിട്ട് കൊടുക്കുന്ന വല്ലാത്ത കഷ്ടം ഞങ്ങള്. അതോട് സ്വന്തമായിട്ട് എടുത്തോട്ടെ. അല്ല ഇനി ഇവിടെ കുത്തിന്റെ വലിയ ഭീമ്പളൊക്കെ കണ്ടിക്കല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആങ്ങളെന്റെ വൈക്കും പെങ്ങളെ വൈക്കൊന്നും പോണെന്ന്. ഇന്നോടൊന്നും കൂടപ്പുറപ്പില്ലാത്തിനോടൊന്നും രക്തബന്ധത്തിന്റെ വില പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒറ്റ മോളായിട്ട് വളർന്നല്ല. അത് അതിലിടയിൽ നമ്മുടെ സ്നേഹം എന്തോ നിങ്ങൾക്ക് മനസ്സിലാവൂലോ. ഇനിയൊരു കാര്യം ചെയ്യ്, പിന്നെ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ വിറ്റിട്ട് എന്റെ ലോണ് കംപ്ലീറ്റ് ക്ലോസ് ആക്കിയിട്ട് ആധാരമായിട്ട് പോരലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്ക്.